ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടൻ കറികളൊക്കെ കൂട്ടിയിട്ടുള്ള ഉച്ചയൂണ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉണ്ടാവുക? അപ്പോൾ അങ്ങനത്തെ ഒരു വ്ളോഗാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവരെയും കൊതിപ്പിക്കുന്ന ഒരു വ്ളോഗായിരിക്കും എന്ന് വിചാരിക്കുന്നു. നല്ല റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാം. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്, പക്ഷേ നല്ല പവർഫുള്ളും കൂടിയാണ്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാൻ മറക്കരുത്. പിന്നെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുന്നു നോക്കും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ റെസിപ്പി വ്ളോഗിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മസൂർ ദാൽ എന്ന് പറയും, ഓറഞ്ച് പരിപ്പ്. അപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്ന പരിപ്പാണ്. 1/2 കപ്പ് പരിപ്പ് പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി എടുത്ത ശേഷം അതിലോട്ട് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ തക്കാളി ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി അതും ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് 3 കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പരിപ്പ് എടുത്തിട്ടുള്ളത് 1/2 കപ്പാണല്ലോ. അപ്പം ആ ഒരു കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതായത് 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും പരിപ്പൊക്കെ വേവിക്കുമ്പോൾ എടുക്കുന്ന കപ്പിൻ്റെ 3 ഇരട്ടി വെള്ളം എടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത് 1/2 കപ്പിലോട്ട്. അപ്പം അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് കളറിനായിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർക്കുന്നത്. എന്നിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. ഒരു 3 വിസിൽ വരുന്നവരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പരിപ്പ് കറി നെയ്ച്ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, ഇതിന് 3ൻ്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷൻ വരുന്ന പരിപ്പ് കറിയാണ്. അപ്പം അതവിടെ പ്രഷർ കുക്ക് ആവുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഹന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടി ചൂടാക്കിയിട്ട് ചട്ടി തന്നെ നമുക്ക് ഈ ചിക്കൻ ഹന്തി ഉണ്ടാക്കണം കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം കാരണം എന്താണെന്നുള്ളത്. അതിലോട്ട് ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആദ്യം വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കനൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ വെളിച്ചെണ്ണയിൽ കേട്ടോ. അത് ജസ്റ്റ് ചിക്കൻ്റെ കളറൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കോരി മാറ്റി വെക്കണം. നമ്മുടെ പ്രഷർ കുക്കറിലുള്ള പരിപ്പ് അവിടെ വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഹന്തി എന്ന് പറയുമ്പം നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഒരു നോർമൽ ചിക്കൻ കറി തന്നെയാണ്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കുന്ന ചേരുവകളൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ചേർക്കുന്ന ചേരുവകൾ തന്നെയാണ്. പക്ഷേ അത് ഉണ്ടാക്കുന്ന ഒരു രീതി ഡിഫറെൻ്റ് ആയതുകൊണ്ടാവാം അതിൻ്റെ ടേസ്റ്റ് വ്യത്യസ്തമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കറി എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പം ചിക്കൻ അവിടെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് തന്നെ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ വെളുത്തുള്ളി ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് കൂടെ 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇത് 3 നന്നായിട്ട് കുക്കായിട്ട് വേണം നമുക്ക് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാൻ. പെട്ടെന്ന് തന്നെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് നന്നായിട്ട് കുക്കാവട്ടെ. അപ്പോഴേക്കും നമുക്ക് പരിപ്പ് കറിയുടെ ഒന്ന് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. അപ്പം ഒരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് കടുകിട്ട് പൊട്ടിക്കുക, കറിവേപ്പില ചേർത്ത് കൊടുത്തു. എന്നിട്ട് പരിപ്പ് നമ്മൾ വേവിച്ച് വെച്ചല്ലോ, അത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പ് നമുക്ക് വെളിച്ചെണ്ണ അല്ല ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ച ശേഷം അതിലോട്ടൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഈ പരിപ്പ് വേവിച്ചത് ഇട്ട് കൊടുക്കണം. അപ്പം വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ ഈ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ അരയ്ക്കാത്ത കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള പരിപ്പ് കറിയാണ്. നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു പരിപ്പ് കറി ഉണ്ടാക്കി നോക്കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, അതുപോലെ ചോറിൻ്റെ കൂടെ, ഇതിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ വരുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക, അതുപോലെ ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഒന്നുകൊണ്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തെടുക്കുക. നല്ല സിമ്പിളായിട്ടുള്ള കറിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരു നാടൻ രുചിയാട്ടോ അത് കൂട്ടിയിട്ട് ചോറ് കഴിക്കുമ്പോൾ.
അപ്പോൾ പരിപ്പ് കറി റെഡിയായി. ഇനി നമുക്ക് ചിക്കൻ്റെ നോക്കാം. നമ്മൾ നേരത്തെ സവോള, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും ചേർത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ലോണം മണമൊക്കെ നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ മൺചട്ടി തന്നെ ഈ ഒരു കറി ഉണ്ടാക്കണമെന്ന് പറയാൻ കാരണം ചിക്കൻ ഹന്തി എന്നുള്ള പേരിൽ തന്നെ ആ പേര് തന്നെ വരാൻ കാരണം ഇതുപോലത്തെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ചിക്കൻ കറി മൺചട്ടിയിൽ ഉണ്ടാക്കിയതിന് ആണ് നമ്മൾ ചിക്കൻ ഹന്തി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇച്ചിരി വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ആ ഒന്നും ഇങ്ങോട്ട് മസാല ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല കളറിൽ വരണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഒരുപാടൊന്നും കുക്കായിട്ടില്ല, ചെറുതായിട്ടൊന്ന് കുക്കായിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് കുക്കാക്കി എടുക്കണം. ഈ ഒരു ചിക്കൻ റെസിപ്പിയിൽ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല, പകരം തൈരാണ് ചേർക്കുന്നത് കേട്ടോ. തൈര്, ക്രീം ഇത് രണ്ടും ഇതിൽ മസ്റ്റാണ് ചിക്കൻ ഹന്തിയിൽ. രണ്ടും കൂടി ചേർന്നാലാണ് നമ്മുടെ ചിക്കൻ ഹന്തി കിടിലം ആവുള്ളൂ. അപ്പോൾ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ നിറയെ തൈര് ചേർത്തിട്ടുണ്ട്. പുളി നോക്കിയിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇതധികം പുളിയില്ലാത്ത തൈരാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇവിടെ ഒന്നും ഞാനിപ്പം വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് തന്നെ പോവും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കരുത്. ചിക്കൻ തന്നെ വെള്ളം ഊറി വരണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. പെപ്പർ വെണ്ടയ്ക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിലേക്ക് ചേർത്തിട്ട് ഒന്നും ഇങ്ങോട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കുറച്ചുകൂടെ കൂടുതൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലോട്ട് കറിവേപ്പില ചേർത്തു. എന്നിട്ട് ഞാൻ വെണ്ടയ്ക്ക അതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അടച്ച് വെച്ചിട്ടും കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. കുരുമുളക് പൊടി ഇട്ടിട്ടുള്ള വെണ്ടയ്ക്ക നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുരുമുളക് പൊടി അത്യാവശ്യം ഇടണം എന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുറച്ചുകൂടി കുരുമുളക് പൊടി മേലെ ഇട്ട് കൊടുക്കുക, വെണ്ടയ്ക്കയുടെ മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അതുപോലെ നമ്മുടെ ചിക്കൻ ഹന്തി ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്യുക. പക്ഷേ ചിക്കൻ ഹന്തിയിലോട്ട് നമ്മൾ ഒരു സംഭവം കൂടി ചേർക്കാനുണ്ട്, ക്രീം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ, നല്ലൊരു കളറിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പം ഞാനിതാ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ബ്ലെൻഡറിലൊന്ന് ചെറുതായിട്ടൊന്ന് ജ്യൂസ് അടിച്ചിട്ട് ആണ് ചേർക്കുന്നത് കേട്ടോ. അങ്ങനെ തന്നെ ചേർക്കുമ്പോൾ കട്ടായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഫ്രഷ് ക്രീമിൽ കിടന്നിട്ട് ചിക്കൻ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കുക. നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ. മല്ലിയില ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക. ഫ്രഷ് ക്രീം ഒഴിച്ച പാടന്നെ ഫ്ലെയിം ഓഫ് ആക്കരുത് കേട്ടോ. ഒന്ന് നന്നായിട്ട് കുക്ക് ആവണം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ വെണ്ടയ്ക്ക അതുപോലെ തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു കളറിലൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ കുറച്ചുകൂടെ കുരുമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അധികം എരിവ് ഇട്ടിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. ഒന്നുകൂടെ കുക്കാവാനുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ കുക്കാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഹന്തിത റെഡിയായി തുടങ്ങി. ക്രീം ചേർത്ത ശേഷം നന്നായിട്ട് കുക്കാക്കി ഒരു എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജിലാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കേണ്ടത് കേട്ടോ. അതിലേക്ക് അത് കുക്കാക്കി എടുക്കണം. അതുപോലെ നമ്മുടെ വെണ്ടയ്ക്ക അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല, പൊടികൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ചേർക്കുകയാണെങ്കിൽ ചതച്ചിട്ട് കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റി ആവും. ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും റെഡിയായി. ഇനി നമുക്കൊരു സംഭാരം ഉണ്ടാക്കിയെടുക്കാം. നെല്ലിക്ക സംഭാരമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 3 നെല്ലിക്ക എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. എരിവ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് 2 3 പച്ചമുളക് എടുക്കാം കേട്ടോ. എരിവിനനുസരിച്ച് എടുക്കുക. അപ്പം നെല്ലിക്ക കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇഞ്ചി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പച്ചമുളകും കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നാണ്ട് പേസ്റ്റാക്കി എടുക്കണം. അതിന് ശേഷം ഒരുപാട് വെള്ളം ഒഴിക്കാവും കേട്ടോ. ആദ്യം ഒന്ന് പേസ്റ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് നെല്ലിക്ക എടുക്കാൻ പാടില്ല. ഇനി അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അരിപ്പയിൽ കൂടെ വേണം അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അരിപ്പയിലൂടെ അരച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നെല്ലിക്ക സംഭാരം റെഡി ആയിട്ടുണ്ട്. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ മുമ്പ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം.
നെല്ലിക്ക കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഈസി ആയിട്ട് കുടിക്കും. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ആരാണെങ്കിലും കുടിച്ചു പോകും, അത്രയും ടേസ്റ്റാട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെല്ലിക്ക സംഭാരം. ഇതെല്ലാം കൂടി നല്ല കോമ്പിനേഷനാട്ടോ, ഈ ചിക്കൻ കറിയും അതുപോലെ നെല്ലിക്ക സംഭാരവും പരിപ്പ് കറിയും വെണ്ടയ്ക്കയും എല്ലാം കൂടി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഊണിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഹന്തി അവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കേണ്ടത് കേട്ടോ. നമ്മുടെ പെപ്പർ വെണ്ടയ്ക്ക, പിന്നെ പരിപ്പ് കറി. അപ്പോൾ ഞാനിതെല്ലാം വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതെല്ലാം വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇതാ ഒന്നുകൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ സമയത്തുള്ള തിക്നെസ് എല്ലാം ഒന്നുകൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു തിക്നെസ് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വല്ലാണ്ട് ലൂസാക്കി എടുക്കേണ്ട, എന്നാൽ ഭയങ്കര തിക്കാക്കി എടുക്കും വേണ്ട. പിന്നെ ക്യാബേജ് ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് വിഭവങ്ങൾ. പിന്നെ ഞാനിത് സെർവ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലോട്ട് എടുത്തിട്ടില്ല. അപ്പം ഞാനതിൻ്റെ റീൽസ് ഷെയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഊണിൻ്റെ വിഭവങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടും ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോ ആയിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.